ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. ധ്രുവചരിതം ചൊല്ലിടിനേൻ സാമ്യമില്ലാതെ മനുസുതന്മാരുടെ കാമ്യചരിത്രങ്ങൾ ഇങ്ങനെ കേവലം ചൊല്ലി പുനരാധർമാപത്യ വിസ്തൃതി ചൊല്ലിക്കഴിഞ്ഞേൻ. മനുസുതന്മാരുടെ ചൊല്ലലും വൃത്താന്തമൊട്ടു ചുരുക്കി ഞാൻ ചൊല്ലുന്നതുണ്ട്. അതു കേട്ടുകൊള്ളുകെങ്കിലോ സ്വായംഭുവന് തനയരിരുവരുണ്ടായി. അതിൽ മുമ്പൻ പ്രിയവ്രതൻ തന്നെ വൃത്താന്തമൊട്ടൊട്ടു പഞ്ചമസ്കന്ധത്തിലുക്തമായിടും. ഇളയവൻ തന്നെ പുത്രസന്താനം ഇവിടെ പറയുന്നിതുത്ഥാനപാത പ്രസിദ്ധനാമവൻ. തന്നെ ഭഗ്നി സുനീതി മുന്നേവൾ പോൽ പിന്നേവൾ സുന്ദരിയായ സുരുചിയും തന്നീ മണികളിരുവരും പെറ്റോരോ നന്ദനന്മാരും ഉണ്ടാച്ചവഞ്ഞിടിനാർ. പുത്രൻ സുരുചി ജനുത്തമനായതത്യുത്തമനാം ധ്രുവന സുനീതി സുതൻ. പൃഥ്വിപതിക്ക് സുരുചിയും പുത്രനും എത്രയും ഇഷ്ടരായുള്ളൂ നിരന്തരം. സൽസുതന്മാർ ചെറുതായി കളിക്കുന്ന നാളുത്താനപാതനാമുത്തമ ഭൂവരൻ രത്നസിംഹാസനെ രാജസഭാന്തരേ ഭഗ്നി സുരുചിയുമായിരിക്കും വിധവ് വന്നു നൃപൻ മടി തന്നിലേറിയിടിനാൻ. അന്യൂന കൗതുകമോട് സുരുചിജൻ തന്നുള്ളഴിഞ്ഞു കുഴഞ്ഞു. നൃപതിയും നന്ദനനെ പരിപാലിച്ചിരിക്കുമ്പോൾ ചെമ്മേ കളിച്ചു നടക്കും സുനീതിജൻ. നിർമ്മലനാം ധ്രുവനും പോന്നു വന്നുടൻ മന്നവൻ തന്മടി തന്നിലേറിയിടുവാൻ. തന്നുള്ളിലൂടെഴും ആശയാസന്നിധവും നിന്നുഴലുന്നവൻ തന്നെ നൃപവരൻ. അന്നേരം ആദരിയായികയാൽ അങ്ങവൻ മന്ദാക്ഷം ഉൾക്കൊണ്ടിളഭ്യം കലർന്നു. ഭൂമണ്ഡലം കാൽനഖം കൊണ്ട് മൂന്നിത്തുലം ഖിന്നനായി നിന്നു തിരുമിയ കണ്ണീർ പൊഴിഞ്ഞു കരഞ്ഞു തുടങ്ങിനാ. ചൊന്നാൾ അതു കണ്ടിരുന്ന സുരുചിയൂ, ഉണ്ണി കരയുന്നതെന്തിനു നീ വൃഥ? നിന്നുള്ളിലെന്ത് അഭിപ്രായം ഇന്നിങ്ങനെ? നിന്നുഴന്നാലതു വന്നുകൂടിയിടുമോ? നിന്നുട മാതാവിനോടങ്ങു ചെന്നു നീ ചൊന്നാൽ അവളതു സാധ്യമാക്കും ദൃഢം. മന്നവൻ എൻ മകൻ തൻ പിതാവായതിൻ അങ്ങന്യായമായി നിന്നതിനെന്തു കാരണം? നിന്നെ തൊടുകയില്ലല്ലോ നരവരൻ, നിന്നിനിക്കാലം പഴുതേ കഴിക്കല. വന്നു ഭൂപാലകൻ തന്നെ തൊടായിക ചെന്നങ്ങകലത്തുപോയി നിന്ന് കരക നീ. മന്നവോൾ സംഘമേറിയിടുവാൻ എൻ മകൻ എന്നെയെ മറ്റൊരു യോഗ്യരില്ലാരുമേ. നിന്നുള്ളിലും അതിനാഗ്രഹമെങ്കിലോ ചെന്നു നാരായണൻ തന്നെ ഭജിക്ക നീ. സാക്ഷാൽ ജഗന്മയനായ നാരായണൻ സാക്ഷിഭൂതൻ പദപങ്കജ മാനസേ ചേർത്തു നിരന്തരം ധ്യാനിച്ചിരിക്ക. സർവാത്മാ ജഗദ്ഗുരുതാൻ പ്രസാദിപ്പോളം തൽപ്രസാദത്താൽ അനുഗ്രഹിച്ചിടലപ്പോൾ ഉടനിങ്ങു പോന്നു വന്ന് എന്നുടെ ഗർഭാശയത്തിങ്കൾ നിന്നിക ഭൂമിയിൽ ഉത്ഭവിക്കേണം. എന്നാലിതമായി വരും പോക പുനരതല്ലാത്ത നൃപാസനം വാഴ്കയിൽ ആശയുണ്ടാകിലതുവര. കേഴാതെ രാജസഭയിൽ നിന്നൂഴിയിൽ വീഴാതെ തൊട്ടുപോകാതെ നൃപനെയും ദൂരെ നില്ലെന്നവൾ ആശ ചൊല്ലുന്നോരു ക്രൂരവചസ്സുകൾ കെട്ടു ഭൂപാലനും. പാരമകം നൊന്തു സാരസ്യവാണിയിൽ ചേരും അനുരാഗവും ഒരു രോഷവും കൂടിക്കലർന്നു. നിന്മാനസതാരിൻ്റെ കാഠിന്യം എത്രയും എന്ന് നോക്കിയിടിന. മാന്നേർമിഴി തയ്യലാളതേതും ബഹുമാനിയാതമൊരു വീടിനാൾ കൂടവേ. ബാലൻ ധ്രുവനും പിതാവിൻ വിവശങ്ങൾ ആലോകനേന സുരുചി പ്രഭാവമാം ശൂലമുനകളേറ്റാശു തിരിഞ്ഞു തൽക്കാലേ പുനരതി ദീനഭാവത്തോടും. കണ്ണുനീരോലെ കരഞ്ഞു കരഞ്ഞു പോയി ചെന്നു മാതാവ് തൻ മുന്നിൽ വീണിടിനാൻ. കിന്നനായി വീണു കരഞ്ഞഴൽ തേടി നന്ദനനെ കണ്ടു മാതാ സുനീതിയും. ചെന്നുടനേറ്റം പരിഭ്രാന്ത ചേസ നന്ദന അമ്മതൻ ബാധയെ നമിച്ചപ്പോൾ മന്നിടത്തിങ്കേന്ന് വാരിയെടുത്തഹോ മാറിലണച്ചു പുണർന്നു തച്ചേറും പൊടിയും നയന സലിലവും പാരാതമന്ദമന്ദം തുടച്ചേറ്റവും ചാരുതരാംഗമാരോപ്യതാതര മൂർധനി പോന്നു ചോദിച്ചാൽ പരവശാൽ
ആർത്തനായി എന്തിനു നീ കരഞ്ഞിടുന്നു? സങ്കടമെന്തു നിനക്കുളവായതൊന്ന്? എങ്കിൽ നിന്നച്ഛനെ കാൺമതിന്നല്ലയോ? നീ മുതിർന്നിപ്പോൾ ഇതെന്തിനായിക്കൊണ്ടിതത്യാമോദമോട് കണ്ടീലേ പിതാവിനെ? ചൊല്ലു ചൊല്ലെന്നവൾ ചൊന്നതു കെട്ടവൻ അല്ലൽ മുഴുത്തഴും ഗദ്ഗതവാണികൾ ചൊല്ലിനാൻ. അങ്ങു ഞാൻ ചെന്നളവൻ പിതാവല്ലലൊഴിഞ്ഞു സിംഹാസനെ വാഴുന്നു. കല്യാണിനിയാകും അമ്മ സുരുചിയും തുല്യതരമിരിക്കുന്നു സഭാന്തരെ. മെല്ലെ മെല്ലെ കളിച്ചപ്പോൾ തങ്ങുടൻ ചെല്ലത്തുടങ്ങിനാൻ ഉത്തമനും. പിതാ തുല്യമോതാലവൻ തന്നെ എടുത്തു ചാഞ്ചല്യമൊഴിഞ്ഞു മടിയിൽ വെച്ചാതരാൽ നല്ലവണ്ണം കളിപ്പിച്ചിരിക്കുന്നതങ്ങുള്ളം തെളിഞ്ഞു. ഞാൻ കണ്ടങ്ങു ചെന്നതും കണ്ടതില്ലൻ പിതാവ് അപ്പോഴതന്തിയെ കണ്ടിഴിഞ്ഞേറ്റമുഴന്നു നിന്നേനകം. കണ്ടിരുന്നോരു സുരുചിയാം അമ്മയും ഇണ്ടൽ പുഴുക്കുമാർ എന്നോട് ചൊല്ലിനാൾ. മണ്ടി വന്നെന്തിനു നീ നൃപസന്നിധവും കുണ്ടത പൂണ്ടു നിന്നങ്ങുഴന്നീടുന്നു. പൈന്തേൻ മൊഴി നവമാതാ സുനീതി തന്നന്തികെ പോക നിന്നെന്തിനു വൈകുന്നു? രാജാവിന് എന്മകനുണ്ടരികത്ത് അതിതേജോനിധിയെയും വെച്ചു കളഞ്ഞിനി നിന്നെ എടുക്കുമെന്നോർക്കൊലാ മാനസേ. നിന്നിലില്ലേതും നൃപനൊരു കൗതുകം, നിന്നെ തൊടുകയുമില്ല നരവരൻ. വന്നു നൃപനെ തൊടായിക നീയും ബലൻ. നിന്നുള്ളിലുണ്ട് നിർവാസനം വാഴ്വതിന് ഇന്നങ്ങ് അഭിരുചി എന്ന് വരികിലോ. ചെന്നു തപസ്സു ചെയ്തിന്ദിരാവല്ലവൻ തന്നെ അനുകൂലതയാ വന്നു സാദരം. മൽപുത്രനായി വന്നിനി പിറന്നീടുകിലപ്പോൾ ഇതിന് അവകാശമുണ്ടായി വരും. മറ്റതല്ലാതെ കണ്ട ആശയുണ്ടാകുല മുറ്റും. ഭഗവത്പദം ഭജിച്ചിടു നീ തെറ്റെന്നു പോയിക്കൊള്ളുക. ദൂരത്തു ചെന്നു വീറുറ്റു കരഞ്ഞുകൊള്ളുക എന്നിത്തരാദികൾ പെട്ടെന്ന് ചൊന്നത് കേട്ട് അകതാരിടം ഞെട്ടിത്തിരഞ്ഞു കരഞ്ഞു പോന്നീടിനേൻ. ഗദ്ഗതവാണികളാൽ ഇതിക്കൂട്ടവൻ ഉൾക്കാമ്പഴിഞ്ഞു പറഞ്ഞതു കേട്ടുടൻ ദുഃഖം കലർന്നു സുനീതി ചൊല്ലിയിടിനാൾ. ഒക്കും സുരുചി പറഞ്ഞത് ഓർത്തിയിടിനാൾ. മറ്റവൾ ഇങ്ങനെ ചൊന്നതു ഭൂപതിക്കുറ്റകം ചേരുകയാലത്രേ നിർണയം. അല്ലായികലിങ്ങനെ ചൊല്ലുന്ന ചൊല്ലുകൾ ചൊല്ലായികയെന്ന് ചൊല്ലിയിടുമല്ലോ നൃപൻ. വല്ലായ്മയില്ലവൾക്കേതുമേ മേദിനി വല്ലഭനത്രേ പറഞ്ഞതറിയ നീ. ചൊല്ലഴും മാനവേന്ദ്രോത്തമൻ തന്നോട് വല്ലഭയല്ലോ സുനീതി താനെന്നൊരു ചൊല്ലു കേട്ടിടുകിൽ നാണമായിക്കൊള്ളും അങ്ങല്ലലും ഏറ്റമുണ്ടാ നൃപൻ അന്വകം. അത്ര നിർഭാഗ്യയായുള്ളവൾ ഞാൻ മമപുത്രനായി വന്നു നീയും ചമഞ്ഞു വൃഥ. ഭാഗ്യവതിയായതങ്ങ് സുരുചിതാൻ യോഗ്യമായി വന്നുകൂടും അവൾ ചൊന്നതും. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുകയെന്ന ആക്ഷേപമാകിലും ചൊന്നതവളല്ലോ. നല്ല വചനങ്ങൾ എല്ലാവരും ചൊല്ലും, എല്ലാവർക്കും ആശ്രയമല്ലോ ജഗന്മയൻ. തൽപ്രസാദത്താൽ ഒഴിഞ്ഞു മറ്റേതും ഒന്നീ പ്രപഞ്ചത്തിങ്കിലേതു വരാദൃഢം. വിശ്വേശനെ പരമാത്മനെ സർവവും വിശ്വസിക്കണം ഉണ്ണീ സദാകാലവും. പെറ്റ അളവും പുനരിങ്ങനെ ചൊന്നളവുറ്റകതാരിൽ ഉറച്ചു ചൊന്നാൻ ധ്രുവൻ. നന്നു നന്നമ്മേ ഭവതി തെളിവിനോട് എന്നെ അനുഗ്രഹിച്ചങ്ങയച്ചിടുകിൽ വന്നുകൂടും നമുക്കീശ്വരാനുഗ്രഹാൽ. അന്വകമാഗ്രഹാർത്ഥങ്ങളല്ലോ ധ്രുവം. എന്നെയും നിന്നെയും അച്ഛനെയും പുനരന്യമാതാവം സുരുചിയെ തന്നെയും ഭ്രാതാവിനെയും ജഗൽ സകലത്തെയും ചേതനാഭൂതനാമാദിനാരായണൻ രക്ഷിച്ചുകൊള്ളുമെന്നാലും വിശേഷിച്ചു ലക്ഷ്മീപതി മമ മുമ്പിലമ്മാറുടൻ പ്രത്യക്ഷനായിടുന്നള്ളി വേണ്ടും വരം ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തരുളിയിടുവാൻ. കാരുണ്യമുണ്ടായി വരുവോളം തപസാരൂഢമോദേന ചെയ്തിരിപ്പൻ മുത. വൈകാതെ അനുഗ്രഹം ചെയ്തയച്ചിടുവാൻ ആകാംക്ഷ പൂണ്ടിത ഞാൻ വണങ്ങിടിനേ എന്നു പറഞ്ഞു മാതാവിൻ പദദ്വയം തന്നിൽ നമസ്കരിച്ചിടിനാൻ മെല്ലവേ. താനതു കണ്ടു സുനീതിയും പുത്രനെ ദീനമൊഴിഞ്ഞെഴുന്നേൽപ്പിച്ചു സാദരം. ബാലനാമൻ മകൻ തൻ മനസംഗതി ചാലേ കൊടുത്തു ഭരിച്ചു കൊൾക്കെപ്പോഴും. നാരായണ ജഗന്നാഥ ഭവാനെന്ന് നേരെ പുണർന്നയച്ചിടിനാൾ.
ധീരനായുള്ള കുമാരനും മെല്ലവേ ചാരു സരോജനേത്രൻ പദാംബൂരുകം മാനസതാരിലുറപ്പിച്ചു ഭക്തനായി ആനന്ദമോടെ നടന്നു തുടങ്ങിന. കാണായതെല്ലാം പകുൽ പ്രഭാവേന പാണികൾ കുട്ടിത്തൊഴുതു പോകുന്നവൻ നേരെ പെരുവഴി മധ്യേ പരിചോട് സാരദ മാമുനിയെ കണ്ടിതഞ്ജസ മുഗ്ധ ശരചന്ദ്രതുല്യ തേജോമയൻ ശുദ്ധ സ്ഫടിക സംകാശനായ അന്തരാസത്വരം ആവിർഭവിച്ചതു കണ്ടതി ഭക്ത്യാ നമസ്കരിച്ച നൃപനന്ദനൻ. വിദ്രുതം കണ്ട നമസ്കാരവും ചെയ്തു ഭദ്രൻ എഴുന്നേറ്റ് നന്നായി തൊഴുതുടൻ. ചിത്തം തുളഞ്ഞു നിൽക്കുന്നവൻ തന്നോട് ഭക്തിയും ഭാവവും കണ്ടു മുനീശ്വരൻ മന്ദസ്മിതം ചെയ്തു. മന്ദമന്ദം നൃപനന്ദനോടരുൾ ചെയ്താൻ, ഇതെന്തടോ നിന്നുടെ സാഹസം, എന്തൊരു ചിന്ത പൂണ്ടിന്നു നീ ഇങ്ങനെ താൻ തന്നെ മെല്ലവേ പോകുന്നതങ്ങെവിടേക്കു, നിന്നുള്ളിൽ എന്താകുന്നതെന്ന് അഭിപ്രായം പറക നീ. ഏവം മുനീശ്വരൻ ചോദിച്ചത് കേട്ടു കേവലൻ രാജകുമാരൻ പൊടുപടെ പൊട്ടിക്കരഞ്ഞൊല്ലിയിടിനാൻ. ഉണ്ടായ തൊട്ടൊഴിയാതെ സുരുചിയാമമ്മതൻ കർക്കശവാണികളായ ശല്യങ്ങളാൽ ഉൾക്കാമ്പു പുൺപെട്ടെനിക്ക് നൊന്തിയിടുന്നു. തൽക്ലേശമെല്ലാം ഒഴിച്ചു ശുഭം നൽകി ഉൾക്കനിവോടിങ്ങനുഗ്രഹിക്കണമേ. ഭക്തനാം ബാലനീ വണ്ണം പറഞ്ഞതങ്ങക്ഷണമാകന്ത കെട്ടു വീണാതരൻ. യുക്തിയുക്തങ്ങളാം വാക്യങ്ങളാൽ ഉൾക്കാമ്പിലുണ്ടോ തപശക്തി എന്നതും ചെമ്മേ പരീക്ഷിച്ചു നോക്കിയ മാമുനി നിർമ്മലൻ എന്നതറിഞ്ഞു കുമാരനിൽ സമ്മോദമേറ്റം വളർന്നിത് മേൽക്കുമേൽ. അമ്മാമുനീന്ദ്രൻ പ്രസാദിച്ചു സാദരൻ നാരായണ പ്രസാദവും വന്നുകൂടുമാറാരൂഢമോദാൽ ഉപദേശ സാരവും ചാരുകുമാരൻ തനിക്ക് ഉപദേശിച്ചു. പാരാതസേവ പ്രഭാവഭേദങ്ങളും നന്നായി അരുൾ ചെയ്തു നാരായണൻ തവ മുന്നിൽ തെളിവോടെഴുന്നള്ളി നിന്നുടൻ. തന്നിടുമെല്ലാഭീഷ്ടമെന്നുള്ളതും ഖിന്നത തീർത്ത് അരുൾ ചെയ്തെഴുന്നള്ളിനാൻ. ചെന്നു സുനീതിയെയും നരേന്ദ്രോത്തമൻ തന്നെയും കണ്ടു പറഞ്ഞാനവസ്ഥകൾ. ദുഃഖിക്ക വേണ്ട, തനയൻ ധ്രുവനതി മുഖ്യൻ ഹരിപ്രിയനായി വരും നിർണയം. നിങ്ങളും നാരായണങ്കൽ സകലവും അങ്ങ് സമർപ്പിച്ചിരുന്നു എപ്പോഴും നന്നായി വരും, മേലിൽ ഇല്ലൊരു സംശയം. ഒന്നിനും ഏതും വികല്പമുണ്ടായി വരാ എന്നിത്തരങ്ങൾ ഉറപ്പിച്ചവരെയും പിന്നെ യഥാകാമം അങ്ങെഴുന്നള്ളിനാൻ. വന്ദിച്ചു നാരദൻ തന്നെ ഉപദേശവും നന്നായി ഉറപ്പിച്ചു. രാജകുമാരനും ചെന്നു മധുവനം ബുക്ക് ശുഭസ്ഥലം അന്വേഷണം ചെയ്തു കണ്ടു തപസ്സിനായി നന്നായി നിരൂപിച്ചു ഉപവസിച്ച ദിനം. ആദ്യ ദിനം ഹരേ കൃഷ്ണ, അന്യദിനം ഉഷകാലേ മുതിർന്നവൻ ശുദ്ധ തീർത്ഥേ കുളിച്ച് അർക്കോദയം കണ്ടു ചിത്തശുദ്ധ്യ ഗുരുവന്ദനം ചെയ്തതാ. ഭക്ത്യാഭിതന്നിഷ്ട ദേവതമാരെയും ഒക്കെ തൊഴുതു തപസ്സിനാരംഭിച്ചാൻ. മുന്നേ ദിനം ഫലാഹാരങ്ങളും ചെയ്തു തന്നാൽ കൃതമാകും ആസന സംസ്ഥനായി പ്രാണായാമം ചെയ്തു നാരായണമയം കാണായതൊക്കെയും എന്നുറച്ച അന്വകം. താനും ഭഗവാനും ഈ 7 ലോകവും മാനസേ മായയും ഒന്നായി നിരന്തരം കണ്ടു. തഥാപി ദദ്യാഭ്യനുകുണ്ടതയന്യേ നിത്യമഹർനിശം. യോഗ്യമായുള്ള തപോമയ വേഷവും ഭാഗ്യവുമാൻ പരിചോട് ധരിച്ചുടൻ കോപ്പിട്ടിരുന്നുറപ്പിച്ചിളകിയിടാതെ താല്പര്യം ആത്മസുഖമൊഴിഞ്ഞെന്നിയെ. 3 നാൾ കഴിഞ്ഞാൽ ഒരു നാൾ മുതാ ചെമ്മേ ഫലങ്ങൾ ഭുജിക്കും കഥാജനം. അമ്മാസം ഇങ്ങനെ തന്നെ കഴിച്ച് നിർമ്മലൻ നിർമായ ചിന്മായ ആനന്ദവിത് കൽമേഷം തീർത്തു തെളിഞ്ഞുണർന്നിടിനാൻ. രമ്യാശയാ പിന്നെ 2ാമതാകിയ മാസം മുതൽ തൊട്ടു കേവലം 6 വാസരം ചെന്നാൽ ഒരിക്കലൊരു ദിനം താർന്ന വർണ്ണങ്ങൾ ഭുജിക്കും തഥാപിതാൻ. 3ാമത് 9 നാൾ കഴിഞ്ഞാലുടൻ പാനീയ മാത്രം വശനവും ചെയ്തുകൊണ്ട് ആനന്ദവീന മനസ്കനായുള്ളവൻ കേവലം മേന്മേലധികം കഠോരമായേവം കഴിച്ചാനവൻ 3 മാസവും. 4ാമതാം മാസമാദിയായ അങ്ങതി ബാലനീരാറു നാൾ ചെന്നാൽ ഒരു ദിനം മാരുതാഹാരമായി കൊണ്ടൊരിക്കലഹോ ഘോരതപോ ബലനിഷ്ഠയോടന്വകം പഞ്ചേന്ദ്രിയങ്ങളടക്കി ക്രമവശാൽ 5മേ മാസി പിന്നെ ദിവസം പ്രതി ചഞ്ചലമെന്നെ സർവലോകങ്ങളും അഞ്ചേതാത്മാപരബ്രഹ്മവുമായേം താനും ആചാര്യനും ഏകത അഭ്രവൽ കാണും വിധ പരമാത്മനി കാരണേ ചേർത്തു തൻ പ്രാണങ്ങളെ പ്രണവാന്തരെ ചേർത്തടക്കി സ്ഥാണുവിലിരുന്നിടിനാൻ. അങ്ങനെ രാജകുമാരൻ തപോബലാലങ്ങു തൻ പ്രാണങ്ങളെ പരമാത്മനി തിങ്ങും ആനന്ദരസം പൂണ്ടടക്കി അങ്ങെങ്ങും നിറഞ്ഞ പരബ്രഹ്മസന്മയം ചിന്മയൻ താൻ ഉപാസിച്ചിരിക്കും വിധു
സന്മയമായി ചമഞ്ഞു ജഗൽ സർവവും. പ്രാണികുലത്തിന് വീർപ്പുകളങ്ങവൻ പ്രാണങ്ങളെ അടക്കിയിടുക കാരണം താനേ അടങ്ങി ചമഞ്ഞിതു കൂടവേ. ദീനരായ ആരതു കാരണമേവരും സങ്കടം ദേവഭൂദേവാദികളതു. പങ്കജ സംഭവനോടറിയിച്ചപ്പോൾ ശങ്കരനോട് ഉണർത്തിച്ചു നാൻമുഖൻ. ശങ്കരാദിപ്രമുഖന്മാരനന്തരം പാലാഴി പുക്കകലേശ്വരനോട് തൽക്കാലവിശേഷം ഉണർത്തിച്ചതൊക്കവേ കേട്ടു. ജഗന്മയനായ നാരായണൻ വട്ടമൊഴിച്ചവരോട് അരുളി ചെയ്താൻ. ഉത്താനപാദജനാം ധ്രുവൻ എന്നെയുണ്ടുൾത്താരിൽ വെച്ച് തപസ് ചെയ്തിടുന്നു. നിത്യം ഇവൻ പ്രാണനെ പരമാത്മനി ചിത്തം തെളിഞ്ഞടക്കിയിടുക കാരണം പ്രാണനിരോധം ഭവിച്ചിതുലകിതിൽ പ്രാണികൾക്ക് ഞാൻ ഒഴിച്ചിടുവൻ. നൂനം അൻപോടവൻ അങ്ങു വേണ്ടും വരം ദാനവും ചെയ്തു തപസ്സൊഴിച്ചാലുടൻ തീരും ജഗൽ സങ്കടങ്ങളപ്പോൾ. അതിനാരും ഭ്രമിയായിക ഞാൻ ഇന്നു പോകുന്നു. നിങ്ങളെല്ലാവരും ചെന്നങ്ങു സാദരം തങ്ങൾക്കുള്ളവിടെ വാണിയിടുവൻ എന്നിതെല്ലാം അനുസൃത്യ നാരായണൻ നന്നായി അരുൾ ചെയ്ത് അയച്ചാൻ. അവരെയും വന്ദിച്ചു കൂപ്പി സ്തുതിച്ചു പോയാരവർ. ഇന്ദിരാവല്ലഭൻ ദാനതൽക്ഷണേ പന്നകാരാദികളസ്ഥനായ അഞ്ജസാ ചെന്നു മധുവനം ബുക്കരുളിയിടിനാൻ. തന്നെ കുറിച്ച് തപസ്സു ചെയ്തിടിന മന്നവനന്ദനൻ മുന്നിൽ നിൽക്കും വിധവനുള്ളിലും ജഗത്തിങ്കലും മായയായി ഒന്നായി നിറഞ്ഞു മറഞ്ഞിരിക്കും വരൻ. മുന്നിൽ വന്ന് ആവിർഭവിച്ചവൾ അങ്ങുതാൻ മുന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നത് അധ്യാന സ്വരൂപവുമേറെ തെളിഞ്ഞുടൻ. സാനന്ദമൊന്നായി വിളങ്ങി നിന്നൂതുലോ. പ്രാണങ്ങളെ പരമാത്മനി ചേർത്തുകൊണ്ട് ആനന്ദമാത്മനിലീനാം ബാലനും നാളെ സൂത്രൽ പ്രണവാസന സംസ്ഥിതമേളാലിഴിഞ്ഞു മൂലാധാര സംസനായി. ശ്വാസവേഗക്രമാലാശമിഴികളും നാസികാഗ്രത്താൽ തുറന്നു തൻ മാനസെ കാണായ വിശ്വരൂപം ഗരുഡാസനം കാണായളവെഴുന്നേറ്റതി സംഭ്രമാൽ വീണു നമസ്കരിച്ചാശു. സകൽ ഗതവാണികളാൽ സ്തുതിക്കാവതല്ലാഞ്ഞവൻ ക്ഷീണനായേറ്റമ്പല ഗുരു പിന്നെയും ക്ഷോണിയിൽ വീണു നമസ്കരിക്കും വിധൂ. ദീനപരായണൻ ദാനവൻ തന്നുടെ മാനസതാരിൽ പ്രകാശിച്ചരുളിനാൻ. തൽക്ഷണമർഭകന്നാശു വാഗ്വേ ഭവശിക്ഷയായുള്ളുണർന്നു ഉജ്ജ്വലിച്ചൂതുലോ. തൽക്ഷമബുദ്ധ്യാസകൽ ഗതവാണി പെരുൾക്കനിവുറ്റു രോമാഞ്ച സംയുക്തനായി ഹർഷാശ്രുതാരകളും തുടച്ചൂഴിയിൽ പുരുഷോത്തമനെ സ്തുതിച്ചാനുടനുടൻ വീണു നമസ്കരിച്ചു തുടങ്ങിയിടിനാൻ. പ്രാണനിപുണ ദാസോഹം തവ ഹരേ നാഥ നമസ്തേ നമസ്തേ നമസ്തുതേ പാദോജലോചന പാഹി നമസ്തുതേ. യാതൊരു നാഥനൻ ചേതോ മലിനം ഇപ്പോൾ ഒഴിച്ചാഹന്ത ബോധാഗ്രസംസ്ഥനായി പ്രീതനായി ഏഴു ലോകം നിറഞ്ഞത് പാദോജപാദമജസ്രം നമസ്തുതേ. സർവജഗൽക്കാരണാധാരഭൂത തൽ സർവോപരിസ്ഥിത സർവസാക്ഷീശ്വര സർവജഗൽ പരിപാലനാധ്യക്ഷ ചിൽ സർവജഗദ്ഗുരോ നിത്യം നമസ്തുതേ. വേദായ വേദാർത്ഥ വേദസ്വരൂപായ വേദ വിനോദ വിരിഞ്ചനാനായതേ വേദാംഗ പുരാണ ശാസ്ത്രാധ്യർത്ഥ വേദാന്ത വേദ്യായ സൂക്ഷ്മായതേ നമ. മായായവനികാച്ഛന്നനായി മേവിന മായാമയായതേ മായാപദേ ഹരേ മായാ ഗുണത്രയ ഭേദമയ പ്രഭോ മായാവരാ പരമാത്മനേ ദേ നമ. തോയാശയെ സൂര്യബിംബപ്രതിമേതി പ്രായായതേ സകലാത്മനേ ദേ നമ. ഭൂയ സകലൈക കാരണ തേജസേ നിയേകതി നിഖിലേശായതേ നമ. നിത്യാനിരഞ്ജന നിഷ്കളാ നിർമ്മല സത്യസ്വരൂപ സനാതന സന്മയ ഭക്തപ്രിയ വരദാനീക തൽപര ഭുക്തിമുക്തിപ്രദാ നിത്യം നമസ്തുതേ. യദ്യദനുകൃത കർമ്മ ഫലോദയാ തത്തൽ സമാന ഫലപ്രദ സർവകാ വിശ്വസ്വരൂപ വിശ്വാത്മവിശ്വാകൃതേ വിശ്വസ്യ സൂക്ഷ്മൈക തസ്മൈ നമസ്തുതേ. ഇത്തം നമസ്കരിച്ചും സ്തുതിച്ചും ബഹുഭക്ത്യ നൃപാത്മജൻ താൻ തൊഴുതന്തികെ നിൽക്കുന്നവനുടെ സാധുപ്രഭാവവും ഭക്തിയും വിശ്വാസവും കണ്ടു സാമ്പ്രതം
ചിത്തം തെളിഞ്ഞ് അഖിലേശ്വരൻ അച്യുതൻ മുഗ്ധസ്മിതപൂർവം ഉറ്റരുളി ചെയ്തു. നിന്നുടെ ഭക്തി വിശ്വാസങ്ങൾ കാണുകയാൽ എന്നുള്ളവേറ്റം പ്രസാദിച്ചിതെന്നടു. നിന്നിലതിശയ സ്നേഹവും മാനസേ വന്നു വേരൂന്നിപ്പടർന്നിതു കേവലം. വന്നാലും ഇങ്ങ് സുരുചിയാമമ്മതാൻ ചൊന്നതെന്തൊന്നുണ്ണിയോടതുമൊക്കവേ ഞാൻ അറിഞ്ഞിടിനേൻ. എന്നെ ഭജിച്ചു ഞാൻ ആനന്ദമോട് അനുകൂലനായാലകോ. പിന്നെ അവളുടെ ഗർഭസ്ഥനായി നിന്നു മന്നിടത്തിങ്കൾ ജനിച്ചൊഴിഞ്ഞ് എന്നിയെ വന്നുകൂടാ. ധ്രുവരാസനം വാഴ്വതിനെന്നുമേ യോഗ്യമെന്നൊന്നവൾ ചൊന്നതും നന്നെന്നതു കാരണം ഞാൻ തവം തന്നേൻ. 26,000 ആണ്ടിന് മന്നവനായ അഴകോടു ശത്രുക്കളും എന്നിയെ വാഴ്ക നൃപാസനമെന്നതും. പിന്നെ മറ്റെന്തതല്ലാതെ കണ്ട ആഗ്രഹം നിന്നുള്ളിലുള്ളതെല്ലാം തരുവൻ ദൃഢം നിർണയം എന്നരുൾ ചെയ്തതു കേട്ടുടൻ നന്നായി തൊഴുത് അപേക്ഷിച്ചാൻ നൃപാത്മജൻ. എന്നിൽ തിരുവുള്ളമുണ്ടെങ്കിൽ ഉണ്ടെനിക്കൊന്നിങ് അനുഗ്രഹിക്കേണ്ടു ദയാനിധേ. നിത്യം അനിത്യം എന്നുള്ള രാജ്യാദികൾക്കുൾത്താരിൽ ഇങ്ങനെനിക്കില്ലൊരത്യാഗ്രഹം. ഭക്ത്യാ ഭഗവത്പദ സേവ ചെയ്തുത്തമന്മാരിൽ അത്യുത്തമനായകം. സർവലോകർക്കും സകല ലോകത്തിനും സർവദാ സർവകാല പ്രമാണത്തിനും സർവഗ്രഹാദികൾക്കും സർവസാക്ഷിയായി സർവലോകങ്ങളും കണ്ടങ്ങനെ സർവോപരിസ്ഥിതനായി സർവകാലവും സർവജ്ഞനായി വാഴ്വതിനുള്ള അനുഗ്രഹം സർവേശനായ ഭവാൻ ഇന്നു നൽകുകിൽ സർവം ഫലിതമായി വന്നു മനോരഥം. സർവഭൂലോകപാലാത്മജനിങ്ങനെ സർവലോകാവന തൽപരനോടുടൻ ഗർവമൊഴിഞ്ഞപേക്ഷിച്ചളവാശുതൽ സർവം ഔവണ്ണം വരികെന്ന അനുഗ്രഹം ചെയ്തു വരവും കൊടുത്തു ദയാപരൻ. കൈതവമെന്നെ താൻ മറഞ്ഞിടിനാൻ കൈതൊഴുതുള്ളിലാക്കി ഭഗവാനെയും പൈതൽ താൻ കൊണ്ടു നടന്നളവന്തര. ചിന്തിച്ചിതാകന്ത മോക്ഷം അപേക്ഷിച്ചു സന്തതാനന്ദ സാധ്യം വരിച്ചീല ഞാൻ. പോഷത്വമായി ഇതെനിക്കിതെന്നൂടരും ഈശൽ പ്രസംഗ പശ്ചാത്താപയുക്തനായി പോകുന്നവൻ ചെന്നു രാജധാനീന്ദ്രമങ്ങാകുലം തീർന്നു പോവാൻ തുടങ്ങും വിധു. മാതൃകഠിനവാക്കിയിട്ട് പോയി വന്ന തൽ ഭ്രാതാവിലങ്ങതി വാത്സല്യ ചേതസ സത്വരമുത്താനപാതജനേറ്റം അത്യുത്തമന്മാരിൽ അത്യുത്തമനുത്തമൻ. ചിത്തം തെളിഞ്ഞുതേരേറി പരിജനയുക്തനായി വന്നെതിരേറ്റുകൊണ്ടിടിനാൻ. വിശ്വാസം ഉൾക്കലർന്നുത്തമനെ പുണർന്ന് ഉൾച്ചേരുവാദിയം തീർത്തുകൊണ്ടാൻ ധ്രുവൻ. വിദ്രുതം തങ്ങളിരുവരും ഒത്തുചെന്നത്തിരം അച്ഛനെ കണ്ടു കൈകൂപ്പിനാൻ. ഭക്ത്യാ തൊടുതു നമസ്കരിച്ചന്തികെ നിൽക്കും തനയനെ കണ്ടു നൃപോത്തമൻ. വത്സേ പിടിച്ചണച്ചാലിംഗനം ചെയ്തു ചിത്തം തെളിഞ്ഞു ഹർഷാശ്രുഗണങ്ങളാൽ പുത്രൻ അഭിഷേകവും ചെയ്തപ്പോഴത് ഉത്തമനും തൊഴുതീടിനാൻ. അന്തികേ ചെന്നു സുരുചിയേയും തൊഴുതീടിനാൻ. തന്നുടെ മാതാ സുനീതിയെയും മുത വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. മന്ദേതരം അവളും പുണർന്നിടിനാൾ. നന്നായി വരികെന്ന് അനുഗ്രഹിച്ച അമ്മയും നന്ദനനെ പരിലാളിച്ചിതേറ്റവും മന്നവനേറ്റം പ്രിയനായൊരുമിച്ചു നിന്നാൻ അനേകകാലം ധ്രുവനന്തികെ. പിന്നെ പിതാവ് അഭിഷേകവും ചെയ്തവൻ തന്നെ വാഴിച്ചു. വാർദ്ധക്യകാലേ മുതാ ചെന്നു തപോവനം ബുക്കു നാരായണൻ തന്നെ സ്മരിച്ചു ഗതിയും വരുത്തിനാൻ. ധർമ്മേണ രാജ്യപരിപാലനം ചെയ്തു നിർമ്മലനാ ധ്രുവനും വിളങ്ങിയിടിനാൻ. സുന്ദരീ ശൈശുമാര പ്രജാനായക നന്ദനൻ ഭൂമിയെ വേട്ടവൾ വെറ്റുടൻ കൽപ്പനും വത്സരനും 2 പുത്രന്മാരി പാരിലേറ്റം പ്രസിദ്ധരായാർതുലോ. പിൽപ്പാടിള വായുപുത്രിയെ വേട്ടവൻ തൽപുത്രൻ ഉൽക്കലനും ജനിച്ചിടിനാൻ. വേട്ടതിൽ ഉത്തമൻ താനതിൻ മുന്നമേ കാട്ടിൽ നായാട്ടിനായി പോയാനൊരു ദിനം മുഷ്കരനായൊരു രക്ഷോവരനും അങ്ങാകാനനാന്തരത്തിങ്കൾ നിന്നെത്തിനാൻ. തത്ര രാത്രിഞ്ചരൻ തന്നോട് എതിർത്തുടൻ യുദ്ധേ മരിച്ചുപോയാനവൻ തന്നുടെ മാതാമനോഹരിയായ സുരുചിയും നീതിമാൻ ആത്മജനെ തിരഞ്ഞിടുവാൻ പോയുടനാശു വൻകാടകം ബുക്കിതു. ഹരേ കൃഷ്ണ കായമുപേക്ഷിച്ചു ശോകാ
കാൽ നടക്കുമ്പോൾ കാട്ടുതീ വന്നു ചുഴന്നു വെന്താളവൾ. കേട്ടാൻ അവസ്ഥകളെല്ലാം സുനീതിജൻ. മാനമേറിയിടും ധ്രുവനതി കോപേന സേനയാസാകം പുറപ്പെട്ടു ചെന്നുടൻ. വേഗാലളകാം ചുഴന്നു ചെറുത്തളമാഘോഷവാദ്യനാദൈരതിൽ നിന്നുടൻ. തിക്കി തിരക്കി നിലവിളി ചാർത്തടുത്തൊക്കെ ചെറുത്തൂതു യക്ഷരക്ഷോഗണം. 30,000 100,000-ത്തിനും അപ്പുറമുള്ള പെരുമ്പടയൊക്കവേ ശക്തിയോടേറ്റു പൊരുതു ഭയങ്കരം. മുഷ്കരന്മാർ കലഹത്തിൽ നീങ്ങായികൾ ചത്തൊടുങ്ങിയിടിനാർ. മിക്കതും അപ്പോഴത് ഉൾത്തൂർന്ന കാരുണ്യമോട് അഖിലേശ്വരൻ വിശ്വംഭരൻ ഗരുഡോപരി വിദ്രുതമുച്ചൈസ്തരമായ ശംഖനാദത്തോടും യുദ്ധം ഭയങ്കരമായി ചെയ്തു നിൽപ്പതിൻ മധ്യേ തുളഞ്ഞു വിളങ്ങിനാൻ ഈശ്വരൻ. മുഗ്ധകിരീടവും കുണ്ടലശോഭയും സ്നിഗ്ധകടാക്ഷവും സുസ്മിതവക്ത്രവും ശ്രീവത്സവത്സവും കൗസ്തുഭരത്നവും ഗ്രീവാസുശോഭയും ഹംസദ്വയാഭയും തൃക്കൈകളും തിരുവാഭരണങ്ങളും ചക്രശങ്കാബ്ജഗദാസി ചാപങ്ങളും ലക്ഷ്മീ നിവാസവും മധ്യപ്രദേശവും ലക്ഷണലക്ഷ്മ്യാം ലക്ഷണലക്ഷ്യമാം നാഭീനളിനവും പീതാംബരമുടയാടവിലാസവും മീതേ വിളങ്ങിന കാഞ്ചന കാഞ്ചിയും വാരെഴുമൂരുക്കളും മുഴങ്കാൽകളും താരാർമകൾ തടവീടും കഴൽകളും പാദാംബുജങ്ങളും അങ്കുലീജാലവും മോദാൽ വിളങ്ങും നഗരനികരവും കണ്ടുകണ്ടിണ്ടലൊഴിഞ്ഞ വൈകുണ്ഠമാ കൊണ്ടൽ വർണ്ണം തൊഴുതിയിടിനാനേവരും. കുണ്ടത തീർന്നകത്തണ്ടിൽ മുന്നേ തന്നെ കണ്ടിരുന്നിടിനോരൗത്താനവാദിയും രണ്ടും ഒന്നിച്ചു കണ്ടുണ്ടായ കൗതുകാൽ മണ്ടി അണഞ്ഞു നമസ്കരിച്ചിടിനാൻ. ഭക്തിയാമമ്പുതൗ വീണു മുഴുകിനാൻ. ചിത്തം കുളിർന്നു രോമാഞ്ചം കലർന്നിടും വിഗ്രഹകമ്പവും ഹർഷനേത്രാമ്പവും ഗദ്ഗതവർണ്ണവാക്യങ്ങളും കൂടവേ തൃക്കാൽ തൊഴുതു ദാസോഹം ദിനം പ്രതി രക്ഷതു മാമിതി തുക്വാഭിസാദരം. നിൽക്കുന്ന അവനെ കുളിർക്കെ കടാക്ഷിച്ചു ഭക്തപ്രിയൻ ചിരിച്ചമ്പോട് അരുൾ ചെയ്തു. കിം കിമിതം നൃപതേ തവ സാഹസം സങ്കടം ഭ്രാതാ മാതൃനാശകാരണം. നിങ്കലുദിച്ചതു കുറ്റമല്ലിങ്ങതു ശങ്കരജാതികൾക്കും വരുവോന്നല്ലോ. സർവവും പങ്കജ സംഭവ കൽപ്പിതമുർവീ നിവാസികളാൽ അനുഭാവിതം. എന്നാൽ അതിങ്കൽ സുഖദുഃഖമുണ്ടാകെയെന്നു വരുന്നതും മായതൻ വൈഭവം. മായയാ മൂടി മയങ്ങി കളിക്കയെന്നായതു സർവസ്വഭാവമത്രേ ദൃഢം. ഭാവമതിങ്കൽ ഉറയ്ക്കരുത് എങ്കിലും ആവിലുള്ള ആനന്ദബോധേന സന്തതം. ലോകസ്വഭാവം അനുസരിക്കുന്നതും ലോകസ്വഭാവമായാ വിഷയാന്വിതം. മായാവിഷയത്തിലുണ്ടായി വരും ഓരോ കാര്യമിടപെട്ടു വൈരം എല്ലാരിലും. കാര്യ അവസാന കാലത്തിങ്കൽ ഓർക്കില കാര്യം കലഹമായി വന്നുകൂടൂ ദൃഢം. പാരം കലഹിച്ചു നിന്നാൽ അതും ഒരു കാര്യവിനാശമായേ വരൂ കേവലം. ക്ഷത്രിയ ധർമ്മമാകുന്നതെന്നാലും ആ ശത്രുക്കളോട് യുദ്ധം മുകുരെങ്കിലും നിശ്ചയം സാഹസമിത്രയുണ്ടാകരുത്. ചെയ്തതു മതി പോരുമിപ്പോരിനി വാങ്ങിക്കയെന്നരുൾ ചെയ്തതു കെട്ടുടൻ. അതേ ശാർങ്ങവരായുധനെ തൊഴുതങ്ങൾ ചെന്നു പെരുമ്പട വാങ്ങിച്ചു കൊണ്ടുപോന്ന് അന്യൂന വേഗേന പിന്നെയും നാഥനെ ദണ്ഡ നമസ്കാരവും ചെയ്തു വന്ദിച്ചു. ധന്യപുമാനപേക്ഷിച്ചാൻ ജഗൽപദേ മുന്നമേ തന്ന വരങ്ങൾ പോരായികയില്ല. എന്നാലും ഒന്നുണ്ടിനിയും അത്യാഗ്രഹം. സർവകാലം ഭവാൻ എന്മന പങ്കജേ സർവൈക സാക്ഷിയായി വാഴ്വതീ വണ്ണമേ. ഹരേ നാരായണ. സർവാകൃതികളിലും ഭേദമെന്നിയെ സർവദാ കണ്ടു പൂജിക്കായി വരികയും സർവമങ്ങെല്ലാം സമർപ്പിച്ചു കൊള്ളുകയും സർവൈക ഭക്തിയും നീങ്ങാതെ സന്തതം സർവാപരാധം ക്ഷമിച്ച അടിയനിനി സർവേശ മേന്മേൽ അനുഗ്രഹിക്കണമേ ദൈവമേ. കേവലമെന്നപേക്ഷിച്ചവൻ അവ്യയൻ തന്നെ നമസ്കരിച്ചിടിനാൻ. കൈവല്യമൂർത്തി താനേവം അപേക്ഷിച്ച ദിവ്യപുരുഷനിൽ താൻ പ്രസാദിച്ചുടൻ. നന്നായി വരും മേലിലെല്ലാം നിനക്കൊത്തവണ്ണം എന്നൻപോഴരുൾ ചെയ്തു സാദരം.
ചെമ്മേ സകല ജനാനുഗ്രഹപരൻ നിർമായമാശു മറഞ്ഞരുളിയിടിനാൻ. ധന്യനവൻ ഭഗവാനെ നിജമനകർണികാഗ്രേ ലയിപ്പിച്ചു വന്ദിച്ചു താൻ. പിന്നെ സമരനിവൃത്തനായ അഞ്ജസ ചെന്നു പുരിപുക്കു കീർത്തിയാ വിളങ്ങിനാൻ. കിന്നരേശാനുചരന്മാർ ജയിച്ചതിൽ എന്നാകിലും താൻ തെളിഞ്ഞുമേ വീടിനാൻ. മന്നവൻ ഉത്താനപാതി യജ്ഞേശമാകുന്ന യജ്ഞത്തെയും ചെയ്തു നിരന്തരം തന്നുള്ളിൽ നാരായണങ്കല ഭക്തിയും നന്നായി ഉറപ്പിച്ച് 26,000 സംവത്സരം ധരാപാലനവും ചെയ്ത് ധർമ്മേണവാണവസാന കാലേ മുത തൻ്റെ നന്ദനന്മാരിൽ വെച്ചുൽക്കലൻ തന്നെ വാഴിച്ചു താൻ. സർവവിരക്തനായി ശാന്തനായെല്ലാം ത്യജിച്ചു നിവർത്തനായി ഭ്രാന്ത ജളബദിരാന്ത മൂകൈ സമം സഞ്ചരിച്ച് ഉർവിയിലുള്ള തീർത്ഥങ്ങളും അഞ്ചിതമാം മഹാക്ഷേത്രങ്ങളും കണ്ടു സേവകൾ ചെയ്തുകൊണ്ട് ഉത്തരയാം ദിശി പവനാകാരബോധാനന്ദ നിർളയൻ ചെന്നുപെതര്യാശ്രമം ബുക്കവിടെ അങ്ങ് അന്വകം ആനന്ദമോടെ വസിച്ചവൻ തന്നുള്ളിൽ നാരായണ സ്വരൂപത്തെയും ധന്യപുരുഷൻ ഉറപ്പിച്ചനുദിനം ഭക്ത്യാമനപൂജയും ചെയ്തു സന്തതമൊക്കെയും തൽക്കാരണാത്മനി സൂക്ഷ്മകേ ചേർത്തു ലയിപ്പിച്ചു താൻ പരബ്രഹ്മണി ചേർത്തുകൊണ്ടാൻ അഖിലാത്മാഗ്രതത്വവും മൂർത്തിമാൻ ഇങ്ങനെ ചേർത്തു ലയിച്ച നാളാർത്താർത്തിനാശനൻ തന്നെ അനുജ്ഞാവശാൽ വന്നു സുനന്ദനന്ദനന്മാർ മനോഹിതാനന്ദ ദിവ്യാകാശയാനോപരിമുത മന്നവൻ തന്നെയും ചേർത്തിരുത്തി പരിവന്ധ്യ മധുര സംഭാഷണാധീരലം സമ്മാനമാർഗൈരധികം രമിപ്പിച്ചു രമ്യാശയ കൊണ്ടുപോയങ്ങു ചെന്നുടൻ ത്രൈലോക്യമുൽക്രമ്യ ദിവ്യ സ്വയം ജ്യോതിരാലംബ വേഗാശ്രയ ഭ്രമണോപരി സർവ്വലോകങ്ങളും കണ്ടു കണ്ടന്വകം സർവരും തന്നെ കീഴായതിന്മീത് സർവ്വസൗഖ്യത്തോട് അധോഗതി എന്നിയേ സർവകാലം വിഷ്ണു ഭക്തി പ്രസന്നനായി വാഴ്കന്നിരുത്തി വച്ചാകന്ത വന്ദിച്ചു ലോകേശ ഭക്തരാലും ബഹുപൂജനായി വാണാനനിശമിനിയും തഥാകൃതി വാണിടുമാ ചന്ദ്രതാരകാന്തം മുത. ഇങ്ങനെയെല്ലാം ധ്രുവചരിതത്തെ അങ്ങൊട്ടിങ്ങി സംക്ഷേപിച്ചു ചൊല്ലിയത് ഈ ദൃശ്യം തിങ്ങുവാനന്തരസം പൂണ്ടു ചൊൽകിലും അങ്ങതി കൗതുകം ഉൾക്കൊണ്ട് കേൾക്കിലും വന്നു കൂടിയിടും ദുരിത വിനാശനോ. പിന്നെ ഒടുക്കത്തു മോക്ഷവും നിർണയം ഇത്തം ആത്മാനന്ദ ശുദ്ധിതമാം ധ്രുവവൃത്തം പ്രചേതാക്കൾ ചെയ്ത സത്രാന്തരേ തത്ര സഭാന്തരത്തിങ്ങൾ വീണാധരൻ അത്യന്തം ആനന്ദം ഉൾക്കൊണ്ടു പാടിനാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.